ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഈറൻ ഉടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഈറൻ ഉടുത്താൽ അത് വയറിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ചില നേരമെങ്കിലും പലരും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ കുളിച്ച് ഈറനുടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ സമ്പൂർണ്ണ പരിശുദ്ധി മാത്രമാണ് അതിലൂടെ സങ്കല്പിക്കുന്നതെന്നാണ് കരുതി വന്നിരുന്നത്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കുളത്തിലോ പുഴയിലോ കുളിച്ചു കയറി ഈറനുടുത്തുകൊണ്ട് ഭക്തർ ഇന്നും ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രദർശനം ചെയ്യുന്നതും ഒരു പ്രഭാത കാഴ്ചയാണ്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് വയറിന് ദോഷം ചെയ്യുമെന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. പക്ഷേ ഈറനുടുക്കുന്നത് കൊണ്ട് വയറിന് ദോഷത്തിന് പകരം ഗുണമാണ് സംഭവിക്കുന്നത്. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമൊക്കെ ധാരാളം വിഷവസ്തുക്കൾ വയറ്റിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത നമ്മുടെ പൂർവികർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇത്തരത്തിൽ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുമ്പോൾ ശരിയായ രീതിയിൽ ദഹനം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ദഹനം നടക്കാതെ വന്നാൽ വിസർജനവും പ്രയാസമായി തീരും. വിസർജനം നടന്നില്ലെങ്കിൽ വയറ്റിനുള്ളിൽ സ്വാഭാവികമായും ഉഷ്ണം അനുഭവപ്പെടും. ഇത് രോഗങ്ങൾക്കിട വരുത്തിയിട്ടുള്ളതായി അനുഭവങ്ങൾ കാണിക്കുന്നു. ആധുനിക ലോകം ഇപ്പോൾ ഒരു ചികിത്സാ മാർഗമായി നിർദ്ദേശിക്കുന്ന ഈറനുടുക്കൽ കാരണം വയറിനുള്ളിലെ ഉഷ്ണം ഒഴിവാക്കി ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നു. ക്ഷേത്ര ദർശനം ഈറനുടുത്തുകൊണ്ട് തന്നെ ആവണമെന്ന നിർബന്ധം ചിലർ ഇന്നും കാണിച്ചു പോരുന്നതിൻ്റെ പിന്നിലെ മഹാരഹസ്യം ഇതാണ്. താങ്ക്